ഫലാ തലൂമുനി എന്നിരിക്കവേ നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്. വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക. പിശാചാണ് നമ്മളെ തെറ്റിപ്പിച്ചെങ്കിൽ പിന്നെ ഈ പറഞ്ഞ വാക്കിന് എന്താ അർത്ഥം? മനസ്സിലായില്ല. നമ്മളെ തെറ്റ് ചെയ്യിപ്പിച്ചത് ആരെന്നെയാണ്? പാറക്കുട്ടി നമ്മൾ തന്നെയാണ്. അവൻ എന്ത് ചെയ്തു എന്നേ ഉള്ളൂ, പ്രേരിപ്പിച്ചെന്നേ ഉള്ളൂ. നീ നന്മ അങ്ങനെ തന്നെയാണ്. നന്മ ചെയ്യേണ്ടത് നീയാണ്. നന്മ നീ ചെയ്യണം. ഞാൻ നിന്നെ കൂടെ ചെയ്യിപ്പിച്ചാൽ അതിനെന്താ ആള്? ഇപ്പൊ കുട്ടികളെ എഴുതിക്കാൻ വേണ്ടി കൊണ്ടുവരും. ഇവിടെ അപ്പൊ കുട്ടികളെ എഴുതിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും. ആരെ കൊണ്ട്? ഉസ്താമാരെ കൊണ്ട്. മദ്രസയിൽ ചേർക്കുന്ന സമയത്താണ് കുട്ടികളെ കൊണ്ടുവരിക. ഉസ്താമാരെത്തും അങ്ങൊക്കെ കൊണ്ടുപോകും. ഇവിടെയും ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട്. അപ്പം ഞാനുള്ള സമയത്താണ് എൻ്റെ അടുത്ത് കൊണ്ടുവരും, ഉസ്താദെ കുട്ടീനെ നാളെ മദ്രസ ചേർക്കണം, ഒന്ന് എഴുതി കൊടുക്കി എന്ന്. അപ്പോൾ നമ്മളെ കുട്ടീനെ ചേർത്ത് പിടിച്ച് കുട്ടിയുടെ കയ്യിൽ പെണ്ണ് കൊടുത്ത് നോട്ട് ബുക്ക് തുറന്ന് വെച്ച് അലിഫ് എന്ന് എഴുതും. അവിടെ കുട്ടിയുടെ വിരലുമ്മൽ ആരാ പിടിക്കണത്? ഞാൻ പിടിക്കും. എഴുതിപ്പിക്കുന്ന ഞാൻ പിടിക്കും. അലിഫ് നല്ല ചുരുക്കുണ്ടല്ലോ, അപ്പോൾ അവനെ പ്രേരിപ്പിക്കണം. ഞാൻ നിന്നെ കൊണ്ട് തിന്മ ചെയ്യിപ്പിച്ചാൽ അതെങ്ങനെ നിന്റെ തിന്മയാവുക? ഇപ്പം നബിയെ ആക്ഷേപിക്കൽ തിന്മ. പക്ഷെ ഒരു സംഘം ആളുകൾ നിർബന്ധിച്ച് ഒരു സ്വഹാബിയെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ ആ സാധനം, ആ കർമ്മം, ആ ദുഷ്കർമ്മം ആരെ ലിസ്റ്റിലില്ല? പറയാ മോനെ, ആരെ ലിസ്റ്റിലില്ല? സ്വഹാബിയെ ലിസ്റ്റിലില്ല. കണ്ടു ചാടാൻ പോകുന്ന ഒരു പെണ്ണിന്റെ കൈ ഒടിക്കേണ്ടി വന്നു. അപ്പൊ ഈ എന്ത് എനിക്ക് ഒന്നും പറയുന്ന നേരല്ല. അപ്പോഴാണ് ഒരു പെണ്ണ് കണ്ടു ചാടാൻ പോകണം. അപ്പോൾ കയ്യെ പിടിച്ചാൽ മതി. കൈ അന്യ പെണ്ണിന്റെ തൊലി തമ്മിൽ തേരൽ ഹറാമാണ്. ഇത് ആ പത്തുമയും പറഞ്ഞു കൊടുക്കാൻ നേരം. അപ്പോ എന്താണ് ഞങ്ങൾക്കൊക്കെ? ഓളെ ജീവൻ രക്ഷിക്കലേ നമ്മളെ കടമയല്ലേ? ഇനി ഓള് കിണറ്റ് ചാടിയ ഒപ്പം ചാടല്ലേ കടമയല്ലേ? ഓള് വെള്ളം കുടിക്കുമ്പോഴത്തേനും ഓളെ പിടിച്ച്. മനസ്സിലായോ പറഞ്ഞത്? ഓളെ മേൽ തോന്നിയാസം ചെയ്യാൻ പാടില്ല. അത് തമ്മാടിയാ. അല്ലാഹു തമ്മാടികളെ തൊട്ട് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അത് തമ്മാടിയാ. ഒരു പെണ്ണ് കിണറ്റ് ചാടി, അപ്പം ചാടി. ചിലപ്പോൾ അതിൻ്റെ പേരിൽ നിന്നെ ആക്ഷേപിക്കപ്പെടും. ഓൻ കണക്കാക്കി ചാടിയെന്ന്. ചിലപ്പോൾ എന്തും പറയും. ഓക്കും ഓനും കൂടി ഓള അയൽവാസികളല്ലേ, ഓല് തമ്മിൽ തോന്നിയാസം പുറത്ത് നടക്കാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തോന്നിയാസം ചെയ്യാൻ വേണ്ടി രണ്ടാൾ ഒപ്പിച്ച് ചാടിയാന്നും പറയും. അതിനും ചിലപ്പോൾ അടുത്ത ജനറൽ ബോഡിക്ക് എൻ്റെ പേര് പറയുമ്പോൾ വേറെ ആൾ പറയും ഓനെ വേണ്ട, ഓ മറ്റേ പിന്നെ പെണ്ണിനൊപ്പം കണ്ടു ചാടിയാണല്ലേ. മനസ്സിലായില്ല? എൻ്റെ ജനറൽ ബോഡി അതോടുകൂടെ കഴിഞ്ഞു, എൻ്റെ പള്ളി കമ്മിറ്റിയും അതോടുകൂടെ കഴിഞ്ഞു. പക്ഷെ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. എന്ത്? അവളെ കിണറ്റ് ചാടിയപ്പോഴത്തേന് ഒരൊറ്റപ്പെടുത്തി പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ അപ്പുറത്ത് പിന്നെ വെള്ളം കോരുന്ന പൈപ്പ് ഉണ്ടായിരുന്നു, വെള്ളം പൊക്കുന്ന പൈപ്പ് ഉണ്ടായിരുന്നു. പൈപ്പം പൊടിച്ചു, അല്ലെങ്കിൽ ഏതൊരു മരത്തിൻ്റെ വേരുമ പിടിച്ചു, അല്ലെങ്കിൽ കയറുമ പിടിച്ചു. എന്നിട്ട് വിളിച്ചു. ആളൊക്കെ വന്നു രക്ഷപ്പെടുത്തി. ജനങ്ങൾ എന്നെ ആക്ഷേപിച്ചു. എന്നാലും ആ പെണ്ണിനെ രക്ഷപ്പെടുത്തി. ഒരു ജീവൻ രക്ഷിച്ചേക്കില്ല. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ സകല മനുഷ്യരെയും രക്ഷപ്പെടുത്തിയത് പോലെയാണ് ഖുർആൻ. എന്താ പറഞ്ഞ ഒരു മുസ്ലിമിനല്ല. ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ ഭൂമിയിലെ 840 കോടി ജനങ്ങളെയും രക്ഷപ്പെടുത്തിയതുപോലെയാണ് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയാൽ. ഇങ്ങനപ്പുറം എന്താ പറയണ്ട്? ഒരു മുസ്ലിമിനെ എന്നാണോ പറഞ്ഞത്? പറയടോ, അങ്ങനെയാണോ പറഞ്ഞത്? എന്ത് അവിടെ എന്ത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യനെ നീ രക്ഷപ്പെടുത്തിയാൽ, ഒരു മനുഷ്യനെ നീ രക്ഷപ്പെടുത്തിയാൽ സകല മനുഷ്യരെയും നീ രക്ഷപ്പെടുത്തിയ പോലെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു മതാണിത്! അപ്പം നമ്മൾ ശരിക്ക് പഠിക്കാത്തത് കൊണ്ടാണ് ശിർക്കിനെതിരെ യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്നത്. അന്തം എന്ന് പറഞ്ഞത് മുസ്ലിയാക്കന്മാർക്കില്ലാത്തത് കൊണ്ടാണ്. ഒരു അന്തവും ഇല്ല. ശിർക്കിൽ മനുഷ്യൻ ഹുറാണ്, തൗഹീദിലും ഹുറാണ്. മനുഷ്യൻ സ്വതന്ത്രനാണ്. മനുഷ്യൻ സ്വതന്ത്രനാണെന്ന് അങ്ങനെയാണല്ലോ. സ്വതന്ത്രനാണ് എന്നിരിക്കവേ മനുഷ്യൻ സ്വതന്ത്രനാണല്ലോ. മനുഷ്യൻ സ്വതന്ത്രനാണെന്നിരിക്കവേ പിന്നെ അവനെ നിർബന്ധിക്കൽ സ്വാതന്ത്ര്യത്തിനെതിരല്ലേ? മനസ്സിലായില്ല? അങ്ങനത്തെ യാതൊരു ആവശ്യവും ഇല്ല, ഒന്നുമില്ല. അതേ സമയത്ത് സത്യം മനസ്സിലാകാത്ത ഒരാൾക്ക് സത്യം പറഞ്ഞു കൊടുക്കൽ ബാധ്യതയാണ്. മനസ്സിലായോ? മനസ്സിലാണ്ട് പറഞ്ഞത് അത്രയേ ഉള്ളൂ. അവനെ നിർബന്ധിക്കേണ്ട ഒരു ബാധ്യതയില്ല. ഇപ്പം ഈ ആയത്ത് തന്നെ കണ്ടില്ലേ, പിശാചിന് പോലും ഇല്ല നമ്മളെ മേലൊരു അധികാരവും ഇല്ല. തെറ്റിയിപ്പിക്കാൻ അധികാരം പിശാചിനില്ല.
വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ല അൻ ദഅഉതുക്കും. ഞാൻ നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളെ തെറ്റ് ചെയ്യിപ്പിക്കാനുള്ള കരുത്തൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്. വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക. യാ സുബ്ഹാനല്ലാഹ്. പിശാച് പറയും, എന്ത്? ഞാൻ നിങ്ങളെ തെറ്റിന് പ്രേരിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്. അത് ഞാൻ ചെയ്യും. പക്ഷേ നിങ്ങളെ തെറ്റ് ചെയ്യിപ്പിക്കാനുള്ള അധികാരമൊന്നും എനിക്ക് ഇല്ല. ഏതാ സൂറത്ത് ഇബ്രാഹിം. എത്രാമത്തെ? 22-ാമത്തെ ആയത്ത്. ഫലാ തലൂമുനി എന്നിരിക്കവേ നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്. വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക. പിശാചാണ് നമ്മളെ തെറ്റിയിപ്പിച്ചെങ്കിൽ പിന്നെ ഈ പറഞ്ഞ വാക്കിന് എന്താ അർത്ഥം? മനസ്സിലായില്ല. നമ്മളെ തെറ്റ് ചെയ്യിപ്പിച്ചത് ആരെന്നെയാണ്? പാറക്കുട്ടി നമ്മൾ തന്നെയാണ്. അവൻ എന്ത് ചെയ്തു എന്നേ ഉള്ളൂ? പ്രേരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി നന്മ അങ്ങനെ തന്നെയാണ്. നന്മ ചെയ്യേണ്ടത് നീയാണ്. നന്മ നീ ചെയ്യണം. ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അതിനെന്താ അർത്ഥമുള്ളു? ഇപ്പൊ കുട്ടികളെ എഴുതിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴേ, അപ്പൊ കുട്ടികളെ എഴുതിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും. ആരെ കൊണ്ട്? ഉസ്താദ്മാരെ കൊണ്ട്. മദ്രസയിൽ ചേർക്കുന്ന സമയത്താണ് ഈ കുട്ടികളെ കൊണ്ടുവരിക. ഉസ്താദ്മാരെത്തും അങ്ങൊക്കെ കൊണ്ടുപോകും. ഇവിടെയും ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട്. അപ്പം ഞാനുള്ള സമയത്താണെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുവരും, ഉസ്താദെ കുട്ടീനെ നാളെ മദ്രസ ചേർക്കണം, ഒന്ന് എഴുതി കൊടുക്കി എന്ന്. അപ്പോൾ നമ്മളെ കുട്ടീനെ ചേർത്ത് പിടിച്ച് കുട്ടിയുടെ കയ്യിൽ പെന്ന് കൊടുത്ത് നോട്ട് ബുക്ക് തുറന്ന് വെച്ച് അലിഫ് എന്ന് എഴുതും. അവിടെ കുട്ടിയുടെ വിരലിന്മേൽ ആരാ പിടിക്കണത്? ഞാൻ പിടിക്കും. എഴുതിപ്പിക്കുന്ന ഞാൻ പിടിക്കും. അലിഫ് നല്ല ചുരുക്കുണ്ടല്ലോ, അപ്പോൾ അവനെ പ്രേരിപ്പിക്കണം. ബാ നല്ല രസമുണ്ടല്ലോ. താ പിന്നെ അപ്പോൾ അലിഫ്. പിന്നെ എല്ലാവരോടും പറയും, ഓനാണല്ലോ എഴുതിയത്, എന്ത് രസമുണ്ട്, ഓനാ എഴുതി. മനസ്സിലാണ് പറഞ്ഞത്. ഇനി ഞാൻ എഴുതിയ അലിഫിൻ്റെയും ബാഇൻ്റെയും താഇൻ്റെയും കോലത്തിൽ അവൻ്റെ എഴുത്ത് വരണമെങ്കിൽ 3-ാം ക്ലാസ് എത്തേണ്ടി വരും. അവിടെ ഞാൻ എഴുതിപ്പിക്കുക ചെയ്തത്, പക്ഷെ അങ്ങോട്ട് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അവനെ ഒരു ഭംഗി വാക്ക് പറഞ്ഞതാണ്. അതേപോലെ ഞാൻ നിന്നെ കൊണ്ട് നന്മ ചെയ്യിപ്പിച്ചാൽ അതെങ്ങനെ നിന്റെ നന്മയാവുക? ഞാൻ നിന്നെ കൊണ്ട് തിന്മ ചെയ്യിപ്പിച്ചാൽ അതെങ്ങനെ നിന്റെ തിന്മയാവുക? ഇപ്പം നബിയെ ആക്ഷേപിക്കൽ തിന്മ. പക്ഷെ ഒരു സംഘം ആളുകൾ നിർബന്ധിച്ച് ഒരു സ്വഹാബിയെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ ആ സാധനം, ആ കർമ്മം, ആ ദുഷ്കർമ്മം ആരെ ലിസ്റ്റിലില്ല? പറ മോനെ, ആരെ ലിസ്റ്റിലില്ല? സ്വഹാബിയെ ലിസ്റ്റിലില്ല. എന്തുകൊണ്ട്? അവർ നിർബന്ധിച്ചാണ്. അപ്പം നിർബന്ധിച്ച് നമ്മൾ ഒരാളെ കൊണ്ട് നന്മ ചെയ്താൽ അത് അയാളുടെ നന്മയുമല്ല. നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിച്ചാൽ അത് അയാളുടെ തിന്മയുമല്ല. അപ്പൊ അവന്റെ കർമ്മമാകണമെങ്കിൽ, അത് അവന്റെ കർമ്മമാകണമെങ്കിൽ അവൻ എന്തു കൊടുക്കണം? പറ ധൈര്യമായിട്ട് പറയാ. എന്തു കൊടുക്കണം? അതെ സാബിത്ത് പറഞ്ഞേനെ, സ്വാതന്ത്ര്യം കൊടുക്കണം. പിശാച് പോലും നമുക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഈ വാക്ക് ഇന്നും അറിയാലോ പിശാചിന്, അന്ന് പറയുള്ളൂ. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, തെറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു അധികാരമൊന്നും എനിക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പൊ വിവരം. ഈ വിവരം ഇപ്പൊ ചെയ്താൻ അറിയില്ലേ? അറിയോല്ലേ? അറിയും. പക്ഷെ ഇപ്പം നമ്മളോട് പറയില്ല, അന്ന് പറയും. പിന്നെ പോന്തായേ പോയത്തക്കാരാ, ഞാൻ പറഞ്ഞ എന്തിനാ ചെയ്തത്? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള അധികാരമൊന്നും എനിക്കില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൂമിനീങ്ങളെടുത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്തില്ല. കാരണം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള അധികാരം എനിക്ക് ഇല്ല. എന്നെ കൊണ്ട് പറഞ്ഞപ്പോൾ ചോദിച്ചു, അത് കാരണം എന്താ? ന്യായം ഉണ്ടാവും, ഓരോന്നും ന്യായം ഉണ്ടാവും. ഞാനിപ്പോൾ ഞാൻ മധുരമുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചായ കൊടുക്കും. അപ്പം എനിക്ക് വേണ്ടത് മധുരമില്ലാത്ത ചായ. അതേസമയത്ത് നിങ്ങൾ മധുരമുള്ള ചായ കൊണ്ടുവന്ന് നോക്കുക. അപ്പം ഞാനൊരു രുചിച്ചു നോക്കിയപ്പം എന്താണ്? മധുരമുണ്ട്.
പിന്നെ ഞങ്ങളോട് സുഖത്തിൽ പറയാൻ വർത്താൻ ഏതാഴ്ച കൊണ്ടെന്നില്ലേ കുടിക്കുക. മനസ്സിലായില്ല? ഏതായാലും കൊണ്ടുവന്നില്ലേ, ആയിക്കോട്ടെ. ഇനിയിപ്പോൾ മടക്കി കൊണ്ടുപോണ്ട. ഇത് മടക്കി കൊണ്ടുപോലെ ആറാമായതുകൊണ്ടല്ല, എനിക്കതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ആസ്വാദനമുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ ഏതായാലും പശു കൊണ്ടുവന്നില്ലേ, സാരമില്ല. ഉസ്താദിൻ്റെ കുട്ടി കൊണ്ടുവന്നായതുകൊണ്ട് ഞാൻ കുടിക്കാം. ഉസ്താദിൻ്റെ കുട്ടി കൊണ്ടുവന്നാലോ വിഷയം അതിലെന്തുണ്ട്? അതേ സമയത്തൊരു കയ്പുള്ള സാധനമാണോ കൊണ്ടതെങ്കിലോ, രാവിലെ തന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതാണോ കൊണ്ടുവന്നത്, അവിടെ ഉസ്താദിൻ്റെ കുട്ടിയൊന്നും അവിടെ പറയില്ല. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്തത്, ആ തെറ്റിൽ നമുക്ക് ആസ്വാദനമുണ്ട്. അവൻ നമ്മളെ നിർബന്ധിച്ചിട്ടില്ല, പ്രേരിപ്പിച്ചു. നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാനുള്ള കരുത്ത് ആർക്കില്ല, പിശാചിനില്ല. കേരളത്തിൽ കള്ളിന് വേണ്ടി മാത്രം ഒരു അങ്ങാടി ഉണ്ട്, അറിയോ? മാഹി. അവിടെ 100-110 വയസ്സ് വരെ ജീവിച്ച് മരിക്കുന്ന മുസ്ലിം ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും. എന്താണ് കള്ളിന്റെ വാസന എന്നറിയാത്ത അവരെ ഇടം ബലം മുഴുവൻ എന്താ ഉള്ളത്? കള്ള്. കള്ളല്ല ഒന്നുമില്ല. അവിടെ കഞ്ഞിയെ കിട്ടൂല. എന്ത് കിട്ടും? കള്ള് കിട്ടും. അതേ സമയത്ത് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഏതായാലും ഇപ്പം മായിലെത്തിയാലേ ഒരു കുപ്പി വാങ്ങുക. പോകുമ്പോഴും വരുമ്പോഴും കള്ള് വാങ്ങുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവിടെയും പിശാച് ഉണ്ടല്ലോ. പിശാച് കള്ളു കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന പിശാച് അവിടെ ഇല്ലേ? ഇല്ലേ? 100 വയസ്സ് ജീവിച്ച ഒരു മുസ്ലിം, അങ്ങനത്തെ ഹിന്ദു ഉണ്ടാവും. കള്ളിന്റെ രുചി അറിയാത്ത ഹിന്ദു ഇല്ലേ? ഉണ്ടോ ഇല്ലേ? പറയേ. 10,000. നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു, കൃഷ്ണേട്ടൻ. എനിക്ക് പിന്നെ ഞാനൊരിക്കൽ കൊടുവള്ളിയിൽ സിറാജിലെ പള്ളിയിൽ സിനിമ കാണുന്നതിനെതിരെ പ്രസംഗിച്ചു, ഒരു 20 കൊല്ലം. അപ്പോൾ കൃഷ്ണേട്ടനുണ്ട്, ഈ ക്ലാസ്സിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ കൃഷ്ണേട്ടൻ എന്നോട് പറയാണ്, പള്ളിയിൽ വരുന്നോട് എന്തിനാ ഇതൊക്കെ പറയണം ഉസ്താദെ. അപ്പം ആ മനുഷ്യൻ്റെ വിചാരം പള്ളിയിൽ വരുന്നോലൊന്നും സിനിമക്കൂലാന്നാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സിനിമ കണ്ടിട്ടില്ല. കൃഷ്ണേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സിനിമ കണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു കള്ളിൻ്റെ രുചി ഞാൻ ആസ്വദിച്ചിട്ടില്ല. കൃഷ്ണേട്ടൻ എന്നോട് പറഞ്ഞു. നല്ല മനുഷ്യൻ, 100 വട്ടം നല്ല മനുഷ്യൻ. ഞങ്ങൾ 4 ആളിരുന്നൊരു ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ കൃഷ്ണേട്ടൻ എണീറ്റിട്ട് അദ്ദേഹത്തിൻ്റെ പാത്രം കഴിക്കും. അപ്പം അദ്ദേഹം പിന്നെ വിചിത്രമായി എന്നോട് പറഞ്ഞു, അവർക്ക് എന്താ ഭക്ഷണം പാത്രം കഴിക്കാൽ, അവനാ കഴിച്ചാൽ അവനാനല്ലേ കഴിക്കേണ്ടത്, ആ മനുഷ്യന് സംസ്കാരത്തറിയാം, വേറെ ആൾ കഴിക്കാൻ പാടില്ല ഉസ്താദ്. എങ്ങനെയുണ്ട്? തിന്ന് എണീറ്റ് പോണ ആളുകൾക്കെതിരെ കൃഷ്ണനായിട്ട് സംസാരിച്ചു. ഞാൻ എൻ്റെ പാത്രം ഞാൻ കഴിക്കും, എൻ്റെ അച്ഛനമ്മ എന്നെ അങ്ങനെ പഠിപ്പിച്ചു. ആ സംസ്കാരത്തിലേക്കൊക്കെ എവിടെ എത്തണം നമ്മൾ? ആ മനുഷ്യൻ്റെ സംസ്കാരം എത്രയാണ്? അപ്പം ഈ മായറ കള്ളിന് വേണ്ടിയിട്ടാണ്. കള്ള് നല്ലാത്തൊന്നുമില്ല. അപ്പം അതേ സമയത്ത് ഈ കള്ളു കുടിക്കുന്ന പിശാജ് അവിടെ ഉണ്ടല്ലോ, കുടിപ്പിക്കുന്ന പിശാജ്. എന്നിട്ട് അവിടെ 100 കണക്കിന് വയസ്സ് ജീവിക്കുന്ന മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദു ഒക്കെ ഉണ്ടാവും കള്ളു കുടിക്കാത്തവർ. എന്തുകൊണ്ട്? പിശാജ് പ്രേരിപ്പിച്ചിട്ടും അവരതിന് വഴിപ്പെട്ടില്ല. ഇവരെ കൊണ്ട് കള്ള് കുടിപ്പിക്കാനുള്ള അധികാരമൊന്നും ആർക്കില്ലാനും. മനസ്സിലായില്ലേ? ഇല്ല. നന്മയിൽ നിർബന്ധിച്ചാൽ നന്മയല്ല, തിന്മയിൽ നിർബന്ധിച്ചാൽ തിന്മയല്ല. നിങ്ങൾ എന്നെ നിങ്ങൾ പറയുന്നത് നല്ലോണം കേൾക്കണം. നന്മയിൽ നിർബന്ധിച്ച് നന്മ ചെയ്താൽ നന്മയല്ല. നിങ്ങൾ ഇന്നെക്കൊണ്ട് അങ്ങോട്ട് നിർബന്ധിച്ചിട്ടാണ് കുടിപ്പിച്ച്. ഒരു സാധുവിന് പൈസ കൊടുക്കണം, 10 പൈസ ഞാൻ കൊടുക്കാത്തതാണ്. അപ്പൊ ഏട്ടൻ പലങ്ങൾ നിന്നിട്ട് അങ്ങോട്ട് മര്യാദ കൊടുക്കും, മൂല്യരെ അടിച്ചിട്ട് നിങ്ങളെ ഞങ്ങൾ കൊടുക്കുന്ന. മനസ്സിലായില്ലേ? ഞാൻ ജീവിതത്തിൽ 1 ഉറുപ്പിക ഒരാൾക്ക് കൊടുക്കാത്ത ആളുമാണ് ചളി. മുമ്പൊരാൾ കിണറ്റ് ചാടി എടുക്കാത്ത എൻ്റെ ഒരു മാഷിനോട് പറഞ്ഞിട്ടുണ്ട്. കിണറ്റ് ചാടിപ്പോയി,
അപ്പോൾ ഈ ഒരാൾക്ക് കയ്യും താഴെ ഉള്ളൂ. അപ്പോൾ കരയത്തിരിക്കുന്ന ആള് കയ്യാണ് തരി എന്നുണ്ട്. ഇയാൾ കൈ കൊടുത്തില്ല. മാഷ് പറഞ്ഞ കഥയാണ്. കയ്യാണ് തരി എന്നുണ്ട്. അയാൾ കൈ കൊടുത്തില്ല. അയാൾ കൈ ബാക്ക് കേൾക്കുന്നു, കൈ കൊടുത്തില്ല. അവസാനം ഇയാൾക്ക് തോന്നി നദ്ദ കയ്യേറും. അപ്പം അയാൾ വാങ്ങി പിടിച്ചു ചെയ്തു. മനസ്സിലായില്ല, അയാൾക്ക് എന്ത് പരിചയമില്ല. കിട്ടണത് വാങ്ങാന്നല്ലാതെ കൊടുത്ത് പരിചയമില്ല എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ അങ്ങനത്തെ ഒരാളോട് കോട്ടിക്കടാറിന്റെ ആട്ടിക്കൊടാറിന്റെ ആട്ടിച്ചിട്ടാണ് ഓടിപ്പിച്ചു. എന്നിട്ട് അങ്ങനെ 100 റുപ്യ കൊടുത്താൽ ഓൻ്റെ ലിസ്റ്റിൽ വരില്ലല്ലോ. കാരണം നിർബന്ധ സാഹചര്യം, തിന്മ അങ്ങനെ തന്നെ. وكل إنسان ألزمناه طائره في عنقه. هذا سورة ونخرج له يوم القيامة كتابا يلقاه منشورا. يقرأ كتابك. إسراء آيتك. وكل إنسان ألزمناه طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. يقرأ كتابك كفى بنفسك اليوم عليك حسيبا. من اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا. يا سبحان جل وعلا. എന്താ പറഞ്ഞ സന്ദേശം. വകുല്ല ഇൻസാനിൻ, ഏതൊരു മനുഷ്യൻ അൽസംനാഹു, ഞാൻ അവനിൽ തായിറഹു, അവൻ്റെ വിധി നിർണയം ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്. ഫി ഉനുഖിഹി, അവൻ്റെ കഴുത്തിൽ തന്നെ, അവൻ്റെ പെരടിയിൽ തന്നെ. ഓരോരുത്തരുടെയും ഭാഗധേയം, അവൻ്റെ വിധി അവൻ്റെ പെരടിയിലുണ്ട്. ഉനുഖ്രിജു ലഹു, അവന് ഞാൻ പുറപ്പെടുവിച്ചു കൊടുക്കും. യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ, കിതാബൻ, അവൻ്റെ കിതാബിന്, യൽഖാഹു, ആ കിതാബിനെ അവൻ കണ്ടെത്തും, മൻഷൂറൻ, പരസ്യപ്പെടുത്തപ്പെട്ടതായിട്ട്, ആർക്കും എപ്പോഴും വായിക്കാം. അങ്ങനെ അവൻ്റെ ചെയ്തികളെ അവനിൽ നിന്ന് തന്നെ നാം എടുത്തു കൊടുക്കും. അവൻ്റെ ശരീരത്തിലുണ്ട് അവൻ്റെതെല്ലാം. ഇവിടെ ആളുണ്ട്, ഇവിടെ കിതാബുണ്ട്. ഇവിടെ ആളുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇവിടെയുണ്ട്. അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. ഇവിടെ 2 ആള് ലബ്ധപ്രതിഷ്ഠർ എന്ന് പറയും പോലെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കിതാബുണ്ട്. എന്നിട്ട് ആ കിതാബ് എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും ഇഖ്റ കിതാബക്ക്, നിന്റെ ഗ്രന്ഥം നീ വായിക്ക്. നിന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നിന്റെ സ്വന്തം ഗ്രന്ഥം, നിന്റെ കർമ്മങ്ങൾ. ആ കർമ്മം അല്ലിയിലേക്കോ സിജ്ജിനിലേക്കോ വിടുന്നതിന് മുമ്പ് നിന്റെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെടുത്തു തരികയാണ്, നീ വായിച്ചു. കഫാ ബിനഫ്സിക അലൈക ഹസീബൻ, ഇന്ന് നിനക്കെതിരെ വിധി നിർണയം ചെയ്യാൻ, ജഡ്ജ്മെന്റ് ചെയ്യാൻ ഇന്നത്തെ ദിവസം നീ തന്നെയാണ് യോഗ്യൻ. യാ അല്ലാഹ്, എന്താ പറഞ്ഞതിലൊക്കെ അർത്ഥം. ഇഖ്റ കിതാബക, മനസ്സിലായില്ലേ? നിന്റെ കിതാബിനെ നീ തന്നെ വായിക്ക്. അല്ലാഹ്, ആ ദിവസം നീ ഞങ്ങളെ നല്ലത് വായിക്കുന്നവരിൽ പെടുത്തണമേ റബ്ബേ. ഞങ്ങൾ തെറ്റുകളെ വായിച്ചു തരണമേ റബ്ബേ. ഞങ്ങളെ കുറ്റങ്ങളെ വായിച്ചു തരണമേ റബ്ബേ. സമൂഹത്തിന് മുഴുവൻ കരുണ ചെയ്യുന്നൊരു മനസ്സും ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. ഞങ്ങളെ കൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകണമേ റബ്ബേ. തിന്മയെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇഖ്റ, നീ വായിക്കുക. കിതാബക്ക, നിന്റെ യുവർ ഓൺ ബുക്ക്, നിന്റെ സ്വന്തം ബുക്കിനെ നീ വായിക്കുക. കഫാ, മതിയാകും. ബിനഫ്സിക, നീ തന്നെ മതിയാവും. അല്യൗമ, ഇന്നത്തെ ദിവസം, അലൈക്ക, നിനക്കെതിരെ, ഹസീബൻ ജഡ്ജ്മെന്റ് ചെയ്യാൻ, ജഡ്ജിയാകാൻ. ഹസീബ്, ജഡ്ജി. ഇന്ന് നിനക്കെതിരെ ജഡ്ജിയാകാൻ, നിനക്കെതിരെ ജഡ്ജിയാകാൻ നീ തന്നെ മതിയാവും. അടുത്ത വാക്ക് മനിഹ്തദ. ആ ആയത്തൊന്ന് നോക്കിക്കാലട്ടെ, എല്ലാവർക്കും എപ്പോഴും മറക്കാൻ പാടില്ലാത്ത. ഇസ്രാ അധ്യായം മൊബൈലിലും അതൊരു ഭയങ്കര ലോജിക്കാണ്. അത് എല്ലാം ഉണ്ടായില്ല. ആ ആയത്ത് മറക്കരുത്. ഒരാൾ ഇടക്കിടക്ക് എടുത്തു നോക്കണം. അത് ഇടക്കിടക്ക് നോക്കണത്. 13 മുതൽ, ഇസ്രാ സൂറത്ത് 13 മുതൽ. മുതൽ 14, 15. .
കണ്ടില്ലേ? 13 ഇസ്രാ 13, 14, 15. എല്ലാവരും അത് എപ്പോഴും നോക്കണം. അത് അവനാൻ്റെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് കുട്ടികൾക്ക് അർത്ഥം വെച്ച് കൊടുക്കണം. ബാപ്പ നന്നായതുകൊണ്ട് മക്കൾ നന്നാവില്ല. നമ്മൾ തമ്മിലൊരു ബന്ധമല്ലേ. ഇവിടെ ചാറും ചോറും ഒപ്പം കഴിക്കുന്ന ബന്ധമേ ഉള്ളൂ. അവിടെ പോയാൽ നിന്റെ നെയ്യ് എൻ്റെ ഞാൻ, എൻ്റെ ഭാവ ഞാനും ഏൽക്കൂല, എൻ്റെ ഏൽക്കണ്ട, ഏൽക്കൂല്ല. മനസ്സിലായില്ലേ? കണ്ടില്ലേ? പിന്നെ 13, 14, 15. ഇത് പൊരയിൽ കുട്ടികൾക്ക് വായിച്ച് ഓതി കൊടുക്കണം. അർത്ഥം നോക്കിയിട്ട് ഇനി പരിഭാഷ മറ്റേ പരിയിലുണ്ടാവുമല്ലോ. ഇതന്നെ എൻ്റെ പരിഭാഷ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കളി. കണ്ടില്ലേ? 13, 14, 15. അപ്പം ഇഖ്റ, നീ വായിക്കുക. നോക്ക്, നീ വായിക്കുക. കിതാബക്ക, നിന്റെ സ്വന്തം ബുക്കിനെ. കഫ, മതിയാകും. ബിനഫ്സിക, നീ തന്നെ. അല്യോമ, ഇന്ന്. അലേക്ക, നിനക്കെതിരെ. ഹസീബൻ, ജഡ്ജിയാവാൻ. നിനക്കെതിരെ ജഡ്ജിയാവാൻ, കണക്ക് പറയാൻ. നിനക്കെതിരെ ഹസീബ്, കണക്ക് പറയുന്നവൻ. നിനക്കെതിരെ കണക്ക് പറയാൻ, ജഡ്ജിയാവാൻ ഇന്നത്തെ ദിവസം. പറയേ, നീ തന്നെ മതിയാവും, ഞാൻ വേണ്ട. അള്ളാഹ് പറയാണ്, അള്ളാഹു വേണ്ട. എൻ്റെ കിതാബ് വായിച്ച ഇജ്ജ് പറയും ഇജ്ജ് എവിടുക്കൊണ്ട ആളാണ്. റബ്ബേ, വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന മുഅ്മിനീങ്ങളെ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. അല്ലാ പഠിച്ചവനെ റബ്ബേ. എന്താ ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? എടാ, നന്മ ചെയ്യാൻ നോക്കിക്കോളി. നന്മക്ക് ജാതിയില്ല, മതമില്ല. ഭീകരവാദം വളർത്താൻ നോക്കണ്ട. നമ്മളെ മതം എന്ന് പറഞ്ഞാൽ ലോകത്തിനൊക്കെ സ്നേഹം കൊടുക്കുകയാണ്. ലോകത്തിന് സ്നേഹം കൊടുക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്നാണ് അവർ അള്ളാഹ് മനസ്സിലാക്കേണ്ടത്, മുത്തിനബി മനസ്സിലാക്കേണ്ടത്. മനസ്സിലാവുന്നില്ല? തുമ്മിയാ തെറിക്കുന്ന മൂക്കല്ലടാ തൗഹീദ്. തൗഹീദ് നിൻ്റെ ഉള്ളിൽ രൂഢമൂലമാണ്. ഇല്ലെങ്കിൽ തൗഹീദിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പറ ഇഖ്റ, നീ വായിക്ക്. അർത്ഥം വെക്ക്. ഇഖ്റ, നീ വായിക്ക്. കിതാബക്ക, നിന്റെ സ്വന്തം കിതാബിനെ നീ വായിക്ക്. കഫ, മതിയാകും. ബിനഫ്സിക, നീ തന്നെ മതിയാകും. അല്യോമ, ഇന്നത്തെ ദിവസം. അലൈക്ക, നിനക്കെതിരെ. ഹസീബൻ, ജഡ്ജിയാവാൻ, കണക്ക് പറയുന്നവനാകാൻ. ഇന്നത്തെ ദിവസം നീ തന്നെ മതിയാവും. അടുത്ത വാക്ക് അതുകൊണ്ട് മൻ, ഏതൊരാൾ ഇഹ്തദ, ഹിദായത്തിലായി നന്നായി ജീവിച്ചുവോ, ഫ ഇന്നമാ, അവൻ യഹ്തദി, നന്നായത് നഫ്സിഹി, അവന് വേണ്ടി മാത്രമാണ്. യാ അല്ലാഹ്, നീ നന്നായിട്ടുണ്ടെങ്കിൽ നീ നന്നായത് നിനക്ക് വേണ്ടി മാത്രം. നീ നിന്റെ ഭാര്യയ്ക്ക് നന്നായതല്ല, നീ നന്നായത് നിനക്കാണ്. നിന്റെ ഭാര്യ നന്നായത് ഓൾക്കാണ്. അത്ര വർത്താനം പറഞ്ഞാൽ മതി. മരിച്ചാൽ പറയാ, പഠിച്ചോനെ എന്നെ സഹായിച്ച ഒരു പെണ്ണായിരുന്നു, ആ പെണ്ണിനെ പുറത്തു കൊടുക്കണേ. എന്നെ സഹായിച്ച എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ആളായിരുന്നു, പഠിച്ചോനെ ആ ഭർത്താവിനെ പുറത്തു കൊടുക്കുക. ഒക്കെ പറയാ. പക്ഷെ അതൊക്കെ അതൊക്കെ പുറത്തുള്ള വർത്താനാണ്. അതൊക്കെ തേമ്പിക്കൂട്ടലാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചുമരിൻ്റെ കല്ല് ക്ലിയർ ആക്കിക്കോ. അത് 1-ാം നമ്പർ മണൽ തേമ്പിയതുകൊണ്ട് ഇതിന് കനം കൂടൊന്നുമില്ല, അതിന് കരുത്ത് കൂടില്ല. കരുത്ത് വേണമെങ്കിൽ എന്ത് വേണം? കല്ലിന് കരുത്ത് വേണം. ചെങ്കല്ല് 1-ാം നമ്പർ മേപ്പാറന്നെ നോക്കിയിട്ട് വെച്ചോ. എന്നാ അതിന് പിന്നെ ഈ എന്തായാലും വേണ്ടില്ല. പഴയ കാലത്ത് ചെത്തിത്തേക്കും. അങ്ങനെയാണ് ചെത്തും. എന്നിട്ട് ഒരു ചെങ്കല്ല് ചെങ്കല്ലിടിച്ചിട്ട് ഇങ്ങനെ ഒരു ചുവപ്പ് കളർ വെക്കും പഴയ കാലത്ത്. ഓർമ്മ ഉണ്ട് എനിക്ക്? എന്നാലും കുഴപ്പമില്ല. മണൽ തേച്ച് സിമൻ്റ് ആക്കേണ്ട ഒന്നുമില്ല. കരുത്ത് എന്തിനുണ്ടാകണം? അതിൻ്റെ ഉള്ളിൽ വെച്ച ആ കല്ലിന് കരുത്തുവാണ്. അത്രേ ഉള്ളൂ. മറ്റതൊക്കെ എന്താണെന്നറിയോ? എന്താണെന്നപ്പോൾ പറയാ, തേപ്പ് പടുത്ത് ക്ലിയറാക്കാൻ. നല്ല കല്ലാണോ അതിനെ ഓക്കെ, ഇനി പേടിക്കൊന്നും വേണ്ട. തീരെ തേക്കാത്ത ചെത്തി തേക്കാത്ത നല്ല ബലപ്പെട്ട കല്ലുകളുള്ള 100 കൊല്ലം നിലനിൽക്കുന്ന എത്ര മണിമാളികകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ. നിങ്ങൾക്ക് എൻ്റെ ഇല്ലങ്ങൾ, കല്ല്, ചുമരിൻ്റെ കല്ല്, അതിൻ്റെ മേലെ എന്തില്ല? സിമെൻ്റ് വെച്ചിട്ടില്ല. എൻ്റെ ഇല്ലങ്ങൾ, പഴയ മണിമാളികകൾ സിമെൻ്റ് വെച്ചിട്ടില്ല. എന്തുകൊണ്ട്? സിമെൻ്റ് വാജിബായ കാര്യമില്ല, ചുരുക്കാണ്. അതേപോലത്തെ ചുരുക്കേ എത്രയേ ഉള്ളൂ. എൻ്റെ ഭർത്താവിന് പുറത്തു കൊടുക്കണേ, എൻ്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ അമ്മാക്ക് പുറത്തു കൊടുക്കണേ. അതൊക്കെ ചെത്തിത്തേക്കല, കല്ലല്ല. കല്ല് ഇജ്ജെടുക്കണം. മനിഹ്തദ. അതുകൊണ്ട് ഏതൊരാൾ ഹിദായത്തിലായി നിർമാർഗത്തിലായോ, ഫ ഇന്നമാ യഹ്തദി, അവൻ നിർമാർഗത്തിലായതിൽ നഫ്സിഹി, അവന് വേണ്ടി മാത്രമാണ്.
ഒമനല്ല പറ, ഒമനല്ല. ഒരാൾ പിഴച്ചാലോ അവനെതിരെ തന്നെയാണ് പേച്ചത്, അവനെതിരെ മാത്രമാണ് പേച്ചത്. അവൻ പേച്ച അവനെതിരെ മാത്രം പേച്ചു. അവൻ നന്നായാൽ അവന് വേണ്ടി നന്നായി. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കേണ്ടി വരില്ല. ഒരാളും മറ്റൊരാളെ പാപഭാരം, അങ്ങനത്തെ ഒരു പരിപാടി ഇസ്ലാമിലില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ദൈവമേ ഇവനോട് ചോദിക്കരുത്, ഇവൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്ന ഈ പരിപാടി എവിടെയല്ല, ഇസ്ലാമില്ല. ഇസ്ലാമിൽ ഓർമ്മപ്പെടുത്തലുണ്ട്, അത് എന്നും ഓർമ്മപ്പെടുത്തും. തെൽക്കൈന് അത്രയേ ഉള്ളൂ. തെൽക്കൈന് ചൊല്ലിക്കൊടുക്കാറുണ്ട് എന്തല്ല, മൊല്ലാക്കെ ഏറ്റെടുക്കല്ല, പിന്നെന്താ? ഇതാ ജാഅക്കൽ മലക്കാനി, മലക്ക് വന്നു കഴിഞ്ഞാൽ ഫഖുൽ, ജി പറഞ്ഞാളാ, എന്തു പറഞ്ഞാളാ? അല്ലാഹു റബ്ബി മുഹമ്മദ് നബി ഇസ്ലാം. അത് അതൊക്കെ ഓർമ്മപ്പെടുത്തി കൊടുക്ക്. ഈ ചെവിയോ ഇതിനേക്കാൾ വലിയ ചെവി ആക്കുണ്ട്. മാ അൻതും ബി അസ്മഅ മിൻഹും മിൻകും, നിങ്ങളെക്കാൾ അവരെക്കാൾ കേൾവി നിങ്ങൾക്കില്ല. കുഫറിനെ പറ്റി പോലും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ മൂമിന്റെ കേൾവി എത്ര ഉണ്ടാവും? മാ അൻതും ബി അസ്മഅ മിൻകും, മനസ്സിലായില്ലേ? മാ അൻതും ബി അസ്മഅ മിൻഹും, അവരെക്കാൾ കേൾവി. മാ അൻതും ബി അസ്മഅ മിൻഹും, നിങ്ങളല്ല, അവരെക്കാൾ കേൾവി, അവരെക്കാൾ കേൾവി നിങ്ങൾക്ക് പോലുമില്ല. കുഫറിന്റെ ഡെഡ് ബോഡി കിടക്കുന്നിടത്ത് പുണ്യ റസൂൽ പോയി പറഞ്ഞു, ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ, അല്ലാഹു പറഞ്ഞ സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ തതകല്ലമു അജ്സാദൻ ലാ അർവാഹ ലഹാ, റൂഹില്ലാത്ത തടിയോട് വർത്താനം പറയാണോ? അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, മാ അൻതും ബി അസ്മഅ മിൻഹും, അവരെക്കാൾ കേൾവി നിങ്ങൾക്ക് പോലും ഇല്ല, കുഫറിന് പോലും ഇല്ല. എങ്കിൽ അപ്പോൾ ഇവിടെ ഖബറിന്റെ പുറത്ത് നിന്നാൽ തന്നെയാണ്, ഖബറിന്റെ പുറത്ത് തന്നെയാണ് റസൂൽ നിന്നത്, കലീബിന്റെ പുറത്താണ് നബി നിന്നത് എന്നതുപോലെ ഖബറിന്റെ പുറത്ത് മൊല്ലാക്ക നിന്ന് പറഞ്ഞാൽ അവർ കേൾക്കും. അതെന്താണ്? പറ, ഓർമ്മപ്പെടുത്തൽ. ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. ഏതാ സൂറത്ത് മോനെ? ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയ. ദാരിയാത്ത് ആയത്തെടുക്ക്, 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 ആയത്തെടുക്ക്. മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആയത്തിന്റെ തൊട്ടുമുമ്പുള്ള ആയത്താണത്. ഏതാണ്? ദാരിയാത്ത്. എത്രാമത്തെ ആയത്ത നോക്ക്. എവിടെ എവിടെ എവിടെ? അതെ, വദക്കിർ. അതറിയാനാണ് ഞാൻ, ഫാ ആണോ വാവാണോ എന്നറിയാനാണ് ഞാൻ എടുപ്പിച്ച് ഇരുന്നോളി. ദാരിയാത്ത് 55, 56. വദക്കിർ, ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഫഇന്ന ദിക്റ, ഓർമ്മപ്പെടുത്തി കൊടുക്കൽ തൻഫഉൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഉപകരിക്കും. ദാരിയാത്ത് 55-ാമത്തെ ആയത്ത്. നിങ്ങൾ ഓർമ്മ. അപ്പം എവിടെയും അതിൽ അവരും ഇപ്പം മരിച്ചതുകൊണ്ട് മുമ്മിനല്ലാതായല്ലോ, മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. എവിടെ? എവിടെയും. ഖബറിൻ്റെ ഉള്ളിലാണോ? അവിടെയും. ഇവിടുന്നാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെക്കാൾ അവർക്ക് കേൾക്കാൻ കഴിയും. അവൻ മുസ്ലിമാകേണ്ട ആവശ്യം പോലുമില്ല, മുഅ്മിനാവേണ്ട ആവശ്യം പോലുമില്ല, ആർക്കും കേൾക്കാൻ കഴിയും. കലീബിലിട്ട ഡെഡ് ബോഡികളോടാണ് പുണ്യ റസൂൽ സംസാരിച്ചത്. അവരെ പോലെ കേൾവി നിങ്ങൾക്ക് പോലുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കേൾക്കുന്നുണ്ട്. തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കത് ഉപകരിക്കും, ഉപകരിക്കും. അല്ലാഹു തആല മുഅ്മിനീങ്ങളെ നമ്മളെ പെടുത്തട്ടെ. അപ്പോൾ ആ നല്ല നേരത്ത് എന്ത് മലക്കുകൾ വരും കേട്ടോ. ഞങ്ങളൊക്കെ പോവുകയാണ്. എന്ത്? ഖുൽ അല്ലാഹു റബ്ബി വമുഹമ്മദു നബിയ്യി വഇസ്ലാമു ദീനി വൽഖുർആനു ഇമാമി വൽകഅബത്തു ഖിബ്ലതി വസ്സലാത്തു ഫരീദതി വൽമുഅ്മിനൂന ഇഖ്വതി ഇഖ്വാനി. മനസ്സിലായില്ലേ? വൽമുഅ്മിനാത്തു അഖവാതി. മനസ്സിലായില്ലേ? സബ്ബതകല്ലാഹു ബിൽ ബിൽ ഖൗലി സാബിത്ത്. ആ ഖൗലി സാബിത്ത് കൊണ്ട് അള്ളാഹു നിന്നെ സ്ഥിരപ്പെടുത്തട്ടെ. ഏതാ ഖൗലി സാബിത്ത്? നീ ആയുസ് മുഴുവൻ പറഞ്ഞു നടന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് സാബിത്ത്. അത് ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ നിർബന്ധിക്കലല്ല, ഓർമ്മപ്പെടുത്തി കൊടുക്കുക.
അപ്പം മനിഹ്തദ, ഒരാൾ നേരായ മാർഗത്തിലായി ജീവിച്ചാൽ ഫൈന്നമായ ഇഹ്തദി, അവൻ നേരായ മാർഗത്തിലായതിൽ നഫ്സി, അവന് വേണ്ടിയാണ്. അല്ല ഒരാൾ പേച്ചാലോ ഫൈന്നമായ അലിഹ, അതിൻ്റെ പേച്ചതിൻ്റെ അവൻ പേച്ചത് ആർക്കെതിരെയാണ്? അവനെതിരെ തന്നെയാണ്. ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കൂല. ഇസ്ലാമിൽ അങ്ങനത്തെ പരിപാടിയില്ല. ഇസ്ലാമിലെ പരിപാടിയേ ഇല്ല. പള്ളിക്കല മൗലിയർ വഹിച്ചു, തങ്ങൾ വഹിച്ചു, അതൊന്നുമില്ല. ഇതൊക്കെ നല്ലതാണ്. ഇപ്പം മൗലിയർ നല്ലതാണ്. മൗലിയർ നമുക്ക് വയൽ പറഞ്ഞു തരും, മനസ്സിലായില്ല, നല്ല കാര്യമാണ്. നമുക്ക് നേർമാർഗത്തിൻ്റെ വയൽ അവർ പഠിച്ചുകൊണ്ട് പറഞ്ഞു തരും, നമ്മൾ നേർമാർഗത്തിലാകും. അലിമീങ്ങളൊക്കെ നല്ല. പക്ഷെ ആരല്ല പാപഭാരം ഏറ്റെടുക്കുന്നവരല്ല. ആര് പറ? ആലിമീങ്ങൾ പാപഭാരം ഏറ്റെടുക്കുന്നവരല്ല. പാപഭാരം ഏറ്റെടുക്കുന്നവരല്ല, അത്ര തന്നെ. പാപഭാരം ഏറ്റെടുക്കാൻ അവർക്ക് ആർക്കും കഴിയില്ല. ആരും പാപഭാരം ഏറ്റെടുക്കൂല, ആരും ഏറ്റെടുക്കൂല. പിന്നെ ഇപ്പം എന്താണ്? പിന്നെ ഒരു എന്തുണ്ട്? പിന്നെ എന്തുണ്ട്? പ്രധാനം ഷെയ്ഖന്മാര് മുരീദന്മാരുടെ ഏറ്റെടുക്കൂലേ? ഷെയ്ഖന്മാര് മുരീദന്മാരെ ഏറ്റെടുക്കുന്നത് മുരീദ് എന്താ? ഷെയ്ഖിനെ പോലെ വിശ്വസിക്കുന്നവൻ, ഷെയ്ഖിനെ പോലെ ചെയ്യുന്നവൻ, അവനാ മുരീദ്. അപ്പൊ പിന്നെ എന്താണ്? അത് എഞ്ചിന്റെ ബോഗിയോട് കിട്ടിയ കമ്പാർട്ട്മെന്റാണ്. പക്ഷെ കമ്പാർട്ട്മെന്റിന് ഒരു ബാധ്യത ഉണ്ട്. എന്ത്? എഞ്ചിന്റെ ഒപ്പം പായേണ്ടി വരും. ഞാനൊന്ന് ചായ കുടിച്ചു വരാനാണ് പറയാൻ പറ്റില്ല. മൊയ്തീൻ ഷേഖിന്റെ ആളായിട്ട് കാര്യമല്ല. മൊയ്തീൻ ഷേഖ് പാഞ്ഞ വഹിച്ചു പായണം. കഴിഞ്ഞില്ലേ? കഴിയില്ലെങ്കിൽ മാറിക്കലാനല്ലത്, ആവൂല. അപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിന് മടിയായപ്പോൾ കമ്പാർട്ട്മെൻറ്റ് പാളം തെറ്റി, ഇഞ്ചി നടന്നു, ഞാൻ വരുന്നില്ല, ആയിക്കോട്ടെ അവിടെ കിടന്നു. അപ്പം മുരീദും ആയില്ല. അപ്പം എന്തായി? കുളത്ത് വിട്ടു. കുളത്താണോ ഇത്? 120 സ്പീഡിൽ ഓടുകയാണെങ്കിൽ, എൻജിൻ 120 സ്പീഡിൽ ഓടുകയാണെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് 119 സ്പീഡ് പറ്റൂല. മനസ്സിലായില്ല? അതന്നെ, അതാണ് മുരീദ്. അതെന്നെ മുരീദ്.